ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കുന്നതിനായി കൊണ്ടുവന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചത്. 86 ഇതിനായി ഗ്രൗണ്ടുകൾ സജ്ജമാക്കണം. എന്നാൽ മാവേലിക്കരയിൽ മാത്രമാണ് പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് സജ്ജമായത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 77 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഗ്രൗണ്ട് തയ്യാറാക്കാനായില്ല. അതിനാൽ പുതിയ രീതിയിൽ എങ്ങനെ ടെസ്റ്റ് നടത്താനാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് MVD. ആംഗുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, കയറ്റത്തെ നിർത്തി പുറകോട്ടെടുക്കുന്നതും ഉൾപ്പെട്ടതാണ് കാറിന്റെ ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി. ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വേണം. CITUവിന് കീഴിലെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാൻ CITU നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഡ്രൈവിംഗ് പരിഷ്കരണം മരവിപ്പിക്കാൻ മന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് അടിയന്തര യോഗം വിളിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഒരു ദിവസം 60 മുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ MVIമാരുടെ പട്ടിക മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കി മന്ത്രിക്ക് കൈമാറി. ഇവരിൽ നിന്ന് വിശദീകരണം തേടി നടപടിയെടുത്തേക്കും. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരണങ്ങൾ ഒരുപാട് വേണം. പലർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷേ അവർക്കാർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയും. എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന രീതിയിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നൊക്കെ കെ.ബി. ഗണേഷ് കുമാർ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ശരിയാണ്, ആ പറഞ്ഞതൊക്കെ 100% ശരിയാണ്. ഇപ്പോൾ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പം സിക്സാക് രീതിയിൽ വണ്ടി ഓടിക്കുക, ആംഗുലാർ പാർക്കിങ്, പാർക്കിങ്ങിൻ്റെ തന്നെ പല വിധത്തിലുള്ള പാർക്കിങ്ങുകൾ, റിവേഴ്സ് പാർക്കിങ്, അപ്പോൾ അതുപോലെ തന്നെ കയറ്റത്തിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് ബാക്കിലോട്ട് വണ്ടി ഇറങ്ങാതെ മുന്നോട്ട് എടുക്കാൻ നോക്കുക. അങ്ങനെ തുടങ്ങി ഡ്രൈവിങ്ങിൻ്റെ പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ പരിഷ്കരിച്ച് അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. മെയ് 1 തീയതി മുതൽ ഇതൊക്കെ നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 15 പേരെയാണ് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നും പറയുന്നു. ഇപ്പോൾ 60-ലധികം ടെസ്റ്റ് നടത്തിയിട്ടുള്ള MVDമാരുടെ ലിസ്റ്റ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 15 പേര് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ശരിയാണ്, ഇതൊക്കെ വേണ്ടെന്നല്ല. ഒരു ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ് അല്ലേ. ഇപ്പം ഞാൻ ഇന്ന് ഒരു ലേണേഴ്സ് ലൈസൻസ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഇന്ന് മുതൽ എനിക്ക് ഒരു 6 മാസം വരെയാണ് ഈ ലേണേഴ്സ് ലൈസൻസ് കിട്ടുക. അപ്പോൾ ഇന്ന് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റിന് അപേക്ഷിക്കുമ്പോൾ ലേണേഴ്സ് ലൈസൻസ് വെച്ചിട്ട് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഇറങ്ങുന്ന ടെസ്റ്റിന് നോക്കുമ്പോൾ എനിക്ക് 2 മാസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ ഫെയിലായി. ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ടെസ്റ്റിന് ഈ 15 പേരെ വെച്ചാണ് ഇവിടെ ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ എനിക്ക് ചിലപ്പോൾ അടുത്ത ടെസ്റ്റ് കിട്ടുക ചിലപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും. 4-5 മാസം കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ എൻ്റെ ലേണേഴ്സ് എക്സ്പയർ ആവും. ലേണേഴ്സ് എക്സ്പയർ ആകുമ്പം ഞാൻ വീണ്ടും ഈ ലേണേഴ്സ് റിന്യൂ ചെയ്യണം. ഈ ലേണേഴ്സ് റിന്യൂ ചെയ്യുമ്പോൾ സർക്കാരിലേക്ക് വീണ്ടും പൈസ എത്തും. മനസ്സിലായി? ലേണേഴ്സ് ലൈസൻസ് ഞാൻ വീണ്ടും റിന്യൂ ചെയ്യുമ്പോൾ സർക്കാരിലേക്ക് വീണ്ടും പൈസ എത്തും. 15 പേരെ ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ട് ഈ കണ്ട ആളുകളുടെ മുഴുവൻ ടെസ്റ്റ് ഏത് കാലത്ത് തീർക്കും എന്നതാണ് എൻ്റെ ചോദ്യം. അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. ഈ 15 പേര് എന്നതൊന്നും നടക്കുന്ന കേസല്ല. കാരണം ഓരോ ദിവസവും ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അയാളുടെ അടുത്ത ടെസ്റ്റ് 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 4 മാസം കഴിയുന്ന ആ ടെസ്റ്റിന് കുറച്ച് മുമ്പ് വീണ്ടും അവർക്ക് പ്രാക്ടീസ് കൊടുക്കുള്ളൂ. കാരണം ഇത്രയും കാലം അവർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും അവർ പഠിച്ച് ഏകദേശം ആ ഒരു ആദ്യത്തെ ടെസ്റ്റിന് വരുന്ന അത്ര എക്സ്പീരിയൻസ് ഒക്കെ തന്നെ പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരു പരിധി വരെ ആ തീരുമാനം തെറ്റാണ്. ഇനി നടക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന 8 ആംഗുലർ പാർക്കിംഗ്, H മറ്റേ കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ബാക്കോട്ട് ഇറങ്ങാതെ വണ്ടി മുന്നോട്ട് ഈ വക പരിപാടികളൊന്നുമില്ല. പിള്ളേരൊക്കെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും കോഴ്സിന് പോയി പഠിക്കും. ആ പഠിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാരോട് പറയും, ചേട്ടാ എന്നെ ഒന്ന് റോഡിൽ ഓടിക്കാൻ മാത്രം ഒന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. റോഡിൽ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. ആ പിള്ളേർ അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കും. അവിടുത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചേഞ്ച് ഓഫ് അഡ്രസ് 550 രൂപ 600 രൂപ കണ്ടടിച്ചിട്ട് അവിടുത്തെ ലൈസൻസ് നേരെ കേരളത്തിലേക്ക് മാറ്റും. കേരള ലൈസൻസ് ആകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ 1-2 ഡ്രൈവിംഗ് സ്കൂളുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ തന്നെ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, ചേട്ടാ വണ്ടി ഓടിക്കാമെന്ന് പഠിപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പഠിപ്പിക്കുന്ന H-ഉം 8-ഉം ഒന്നും അവർക്ക് വേണ്ട, പഠിപ്പിച്ച് തന്നാൽ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ പോകുന്ന അവിടെ ലൈസൻസ് എടുക്കുന്നു. കോഴ്സ് കഴിയുമ്പോൾ തിരിച്ച് വന്നിട്ട് ചേഞ്ച് ഓഫ് അഡ്രസ് കൊടുക്കുന്നു.
അപ്പോൾ ഈ നമ്മളൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ പറഞ്ഞ 15 പേരെ വെച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ ഒരു മാസം ഒന്ന് നടത്തി നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും നമുക്ക് എത്ര ആൾക്കാർ പെൻഡിങ് ഉണ്ട്, എത്ര ആൾക്കാർ ഇതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടാതെ ലേറ്റ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഗൾഫിലേക്ക് പോകാൻ 2 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഗൾഫിലേക്ക് പോകേണ്ടത്. അയാൾ ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫെയിലായി, അടുത്ത ഡേറ്റ് കിട്ടുന്ന അയാൾക്ക് ഈ 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ ആ ടെസ്റ്റ് എടുക്കാതെ അയാൾ ഗൾഫിലേക്ക് പോകേണ്ടി വരും. വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ ആൾക്കാരുടെ എണ്ണം മിതപ്പെടുത്തുമ്പോൾ ഡേറ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ലേണേഴ്സ് ലൈസൻസ് റിന്യൂ ചെയ്യേണ്ടി വരും, അതിന് എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള രീതികൾ ഏറ്റവും മനോഹരമായിട്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് RTO ഓഫീസിന് കീഴിൽ വരുന്ന കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അതൊന്നും നടപ്പിലാകാതെ അത് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, ഇതിന് ഇങ്ങനെ നടപ്പിലാക്കിയ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും എന്നെല്ലാം പഠിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മെയ് 1-ാം തീയതി നടത്തുന്നത് 10-ാം തീയതി നിർത്തേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക ഞാൻ ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്തുകയാണ്. മന്ത്രി ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും.